പെരിയാറിന്റെ തീരത്ത് പ്രകൃതി ഭംഗി നിറഞ്ഞിരിക്കുന്ന കാഞ്ഞൂർ ഗ്രാമത്തിന്റെ തലയുയർത്തി നിൽക്കുന്ന ഒരു ദേവാലയമുണ്ട്. അവിടേക്കാണ് ഇന്നത്തെ നമ്മുടെ തീർത്ഥയാത്ര. കേരള ക്രൈസ്തവ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട ഒരു പുണ്യഭൂമി. നൂറ്റാണ്ടുകളുടെ പൈതൃകം പേറി തലയുയർത്തി നിൽക്കുന്ന ആ ദേവാലയമാണ് സെന്റ് മേരീസ് ഫൊറോന ചർച്ച്, കാഞ്ഞൂർ. നൂറ്റാണ്ടുകളുടെ പൈതൃകമുള്ള കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറാന ദേവാലയത്തിന്റെ നടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ വിശ്വാസികൾക്ക് ഈ മണ്ണ് എന്നും ഒരു അനുഗ്രഹവും ആശ്വാസവുമാണ്. കേരളത്തിലെ അതിപുരാതനമായ കത്തോലിക്ക ദേവാലയങ്ങളിൽ ഒന്നുകൂടിയാണ് കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറാന ദേവാലയം. പരിശുദ്ധ മാതാവിന്റെ നാമത്തിലുള്ള ഈ ദേവാലയം ഭാരതീയ വാസ്തുശില്പവിദ്യയും പേർഷ്യൻ നിർമ്മാണ ശൈലിയും പോർച്ചുഗീസ് ശില്പചാതുര്യവും ഒത്തുചേർന്നതാണ്. നമുക്കിനി കാഞ്ഞൂർ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. എന്തൊരു ഭംഗിയാണെന്നറിയോ കാഞ്ഞൂരിലെ സെബസ്റ്റ്യാനോസ് പുണ്യാളുടെ ഈ തിരുസ്വരൂപം കാണാൻ വേണ്ടിയിട്ട്. ഇന്ത്യയിൽ മറ്റെങ്ങും കാണാത്ത ഉദയസൂര്യന്റെ തേജസ്സുള്ള ഈ തിരുസ്വരൂപം AD 1600-കളിൽ പോർച്ചുഗീസ് മിഷണറിമാരാണ് ഈ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചത്. ജനുവരി 1-ാം തീയതി എനിക്ക് ശക്തിയായിട്ടുള്ളൊരു വയറുവേദന വന്നായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാനിങ് ഒക്കെ ചെയ്തപ്പോൾ ഡോക്ടർമാർ ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജ് പറഞ്ഞു. അതായത് എനിക്ക് പാൻക്രിയാസിൽ ക്യാൻസറും ലങ്സിൽ ക്യാൻസറും ആണെന്നുള്ളൊരു ഡൗട്ട് പറഞ്ഞായിരുന്നു. ഞാൻ ഒരുപാട് തകർന്നു, എൻ്റെ മോളും എൻ്റെ അമ്മച്ചിയും. സാമ്പത്തികമായിട്ട് ഞങ്ങൾ വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പകച്ചു നിന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് പരിശുദ്ധ അമ്മയുടെയും വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും ആണ് എൻ്റെ ഓർമ്മയിൽ ആദ്യം വന്നത്. ഞാൻ ഇവരെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഡോക്ടർമാർ പറഞ്ഞ രോഗമില്ല. എനിക്ക് വളരെ ആശ്വാസമായി. പരിശുദ്ധ അമ്മയും വിശുദ്ധ സെബസ്ത്യാനോസും എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. എൻ്റെ അമ്മച്ചിക്ക് 3 വർഷം മുമ്പ് ബ്ലോക്ക് വന്നായിരുന്നു. ഞാനും അന്നും ഈ പുണ്യാളിനെയും പരിശുദ്ധ അമ്മേനെയും വിളിച്ച് അപേക്ഷിച്ചു. അന്നും ഞാൻ ഒരു മോതിരം നേർന്നായിരുന്നു. എൻ്റെ അമ്മച്ചി ഇപ്പോഴും ഞങ്ങൾക്ക് അമ്മ എന്ന് വിളിക്കാനായിട്ട് ഇപ്പോഴും അമ്മയും വിശുദ്ധ സെബസ്ത്യാനോസ് അനുഗ്രഹം തരുന്നുണ്ട്. ഞാൻ ഈ നന്ദി സൂചകമായിട്ട് പുണ്യാളിന് ഒരു മോതിരം സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ദേവാലയത്തിൽ എത്തിയത്. വളരെ പുരാതനമായ ഒരു ദേവാലയമാണിത്. AD 1001-ലാണ് ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത്. പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ നാമധേയത്തിലാണ് ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത്. എല്ലാ വർഷവും ഡിസംബർ 8-ാം തീയതി അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ഈ പള്ളിയിൽ ഭംഗിയായി ആചരിച്ചു പോരുന്നു. അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ഡിസംബർ 8-ാം തീയതി വളരെ ആഘോഷപൂർവ്വം ഭക്ത്യാർപ്പണപൂർവ്വമാണ് നടത്തി വരുന്നത്. അന്ന് 20,000-ഓളം പേർക്ക് നേർച്ച സദ്യ ഇവിടെ നടത്തുന്നുണ്ട്. ഒത്തിരി പുരാതനവും പാരമ്പര്യവും നിറഞ്ഞ ഒരു സമൂഹമാണ് കാഞ്ഞൂര്. 2000-ലധികം വരുന്ന കുടുംബങ്ങൾ സ്ഥിതി ചെയ്യുന്നു ഇവിടെ. ആദ്യകാലത്ത് ഇത്രയും യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് പെരിയാറിലൂടെ ആയിരുന്നു മറ്റുള്ള സ്ഥലത്തേക്കുള്ള യാത്രാ സൗകര്യങ്ങൾ. അതിലെ പോയ മിഷണറിമാർ
ഇവിടുത്തെ സമൂഹത്തെ ചട്ടയും മുട്ട് കൊടുത്ത സഹോദരിമാരെയൊക്കെ കണ്ടപ്പോൾ ഇവിടെ ഒത്തിരി ക്രൈസ്തവ സമൂഹം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ആ മിഷണറിമാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ദൈവാലയം കെട്ടിപ്പടുത്തത്. പക്ഷേ ഈ പള്ളി ഇന്ന് കൂടുതൽ അറിയപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലല്ല, രക്തസാക്ഷിയും അത്ഭുത പ്രവർത്തകനുമായ വിളിച്ചു വിളികേട്ടവൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമധേയത്തിലാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് ഫ്രാൻസിൽ നർബോനയിൽ AD 255 ജനിച്ചത്. വളർന്നു വന്നപ്പോൾ വളരെ സുമുഖനും സുന്ദരനും വളരെ കാര്യപ്രാപ്തിയുമുള്ള നേതൃത്വ ഗുണങ്ങളുള്ള ഒരാളായിരുന്നു. ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ അംഗരക്ഷക സേനയിൽ അദ്ദേഹത്തിന് സേവനം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അംഗരക്ഷക സേനയുടെ സൈന്യാധിപനായിട്ട് ചക്രവർത്തി അദ്ദേഹത്തെ നിശ്ചയിച്ചു. പല ചക്രവർത്തിമാരും ചെയ്യാറുള്ളത് പോലെ ഡയോക്ലിഷ്യൻ ചക്രവർത്തിയും ക്രിസ്ത്യാനികളെ ഒരുപാട് പീഡിപ്പിച്ചിരുന്നു. സെബസ്ത്യാനോസും ഒരു ക്രിസ്ത്യാനി ആയി. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് കണ്ട് വളരെ വിഷമം തോന്നിയിട്ട് പലപ്പോഴും രഹസ്യമായി ചക്രവർത്തി അറിയാതെ ക്രിസ്ത്യാനികളെ ആശ്വസിപ്പിച്ചും ധൈര്യപ്പെടുത്തിയൊക്കെ മുന്നോട്ട് പോന്നു. പിന്നീട് ഒരിക്കൽ ചക്രവർത്തി മനസ്സിലാക്കി സെബസ്ത്യാനോസ് ക്രിസ്ത്യാനിയാണെന്ന്. അതുകൊണ്ട് ചക്രവർത്തി കുപിതനായി അദ്ദേഹത്തെ അമ്പെയ്ത് കൊല്ലാനായിട്ട് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഈ വിശുദ്ധൻ ഒരു വിജനപ്രദേശത്ത് പടയാളികളാൽ അമ്പെയ്ത് ശരീരം മുഴുവൻ ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ട് അമ്പെയ്താണ് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചത്. ചോരയൊക്കെ വാർന്നൊലിച്ച് മരിച്ചു എന്ന് കരുതി പടയാളികളൊക്കെ സ്ഥലം വിട്ടു. കുറേ സമയം കഴിഞ്ഞ് വിശുദ്ധ കലിസ്റ്റസിൻ്റെ ഭാര്യ വിധവ ഐറിൻ എന്നൊരു സ്ത്രീ ആ സ്ഥലത്തുകൂടെ കടന്നു പോയപ്പോൾ ഇങ്ങനെയൊരു ദേഹം, ഒരു മൃതദേഹം മരത്തിൽ കിടക്കുന്നത് കണ്ട് അദ്ദേഹത്തെ അതിൽ നിന്ന് അഴിച്ചെടുത്ത് സംസ്കരിക്കാൻ വേണ്ട നടപടികൾ എടുക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചെറിയ തുടിപ്പുകൾ, ജീവൻ്റെ ചലനങ്ങൾ കണ്ടത്. അപ്പോൾ ഇദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി ആ സ്ത്രീ ആവശ്യം വേണ്ട പരിചരണമൊക്കെ കൊടുത്ത് എല്ലാ രക്ഷയ്ക്കുള്ള എല്ലാ ചികിത്സകളൊക്കെ നടത്തി അദ്ദേഹത്തെ തിരികെ ജീവനിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ ആരോഗ്യവാനായ സെബസ്ത്യാനോസ് വീണ്ടും ചെന്നത് ചക്രവർത്തിയുടെ അടുത്തേക്ക് തന്നെയാണ്. ആ ചക്രവർത്തിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ ഇപ്പോഴും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്നും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നു എന്നും പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ചക്രവർത്തി ഒന്ന് ഞെട്ടി. കാരണം മരിച്ചെന്ന് കരുതിയ ഒരാളാണ് തിരികെ വന്നത്. അപ്പം അതുകൊണ്ട് കോപിഷ്ഠനായ ചക്രവർത്തി ഇരുമ്പ് തണ്ടുകൊണ്ട് ഈ സെബസ്ത്യാനോസിനെ അടിച്ച് കൊല്ലാനായിട്ടുള്ള ഓർഡർ ഇടുകയാണ്. അങ്ങനെ ഇരുമ്പ് വടി കൊണ്ടുള്ള മർദ്ദനമേറ്റാണ് സെബസ്ത്യാനോസ് മരിച്ചത്. AD 286 അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം അംഗീകരിക്കപ്പെട്ടു. പക്ഷേ പിന്നെയും വർഷങ്ങളെടുത്തു അദ്ദേഹത്തെക്കുറിച്ചുള്ള ഭക്തി പ്രചരിക്കപ്പെടാനായിട്ട്. ആ കാലയളവിലാണ് ഈ പ്ലേഗ് പരന്ന് പിടിക്കാനിടയായി തീർന്നത്. അതൊരു പകർച്ചവ്യാധി, ജനങ്ങളെ മുഴുവനും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന അത്രയ്ക്ക് വലിയ പ്ലേഗ് ആയിരുന്നതുകൊണ്ട് പലരുമൊക്കെ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് റോമാ നഗരിയിൽ തന്നെയും അതുപോലെ തന്നെ ഫ്രാൻസിലും ഒക്കെ ഒരുപാട് പേർക്ക് രോഗവിമുക്തി ഉണ്ടായി. അങ്ങനെയാണ് ഭക്തി പ്രചരിക്കപ്പെടാനായിട്ട് ഇടയായി തീർന്നത്. 1647 പോർച്ചുഗീസുകാർ ഈ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ 3 തിരുസ്വരൂപങ്ങൾ കേരളത്തിലേക്ക് കപ്പൽ മാർഗം കൊണ്ടുവന്നത്. അതിൽ ഒരു തിരുസ്വരൂപമാണ് ഈ ദേവാലയത്തിൽ ഈ അൾത്താരയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുക. ഇവിടെയും നമ്മുടെ നാട്ടിൽ വസൂരി പടർന്നു പിടിച്ചപ്പോൾ ജനമെല്ലാം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം തേടി എത്താൻ ഇടവന്നതും അതിൽ നിന്ന് വിമോചിതരാകാൻ ഇടവന്നതുമൊക്കെ വിശുദ്ധ സെബസ്ത്യാനോസിനോടുള്ള ഭക്തി പ്രചരിക്കപ്പെടാനായിട്ട് ഇടയായി. AD 1001 ഈ പള്ളി സ്ഥാപിക്കപ്പെടുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുക, വളരെ പുരാതനമായൊരു പള്ളി. AD 52 തോമാസ് ലീഗ കേരളത്തിലെത്തിയതും ഇവിടെ ക്രൈസ്തവ വിശ്വാസം പാകി നട്ടു വളർത്തിയതും എന്നൊക്കെ നമുക്കറിയാമെങ്കിലും കാലങ്ങളെടുത്തു വിശ്വാസികൾ കുറേയൊക്കെ ഉണ്ടാകാനായിട്ട്. അപ്പോൾ അങ്ങനെ AD 1001 ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടതിനെ തുടർന്ന് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത് ചെറിയൊരു കൊച്ചു കുരിശുപുര പോലെയുള്ള പള്ളിയാണ്. പിന്നീട് കാലപ്പഴക്കം ചെന്നപ്പോൾ അതൊക്കെ പൊളിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നിലവിലുള്ള ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിലല്ല, ഏകദേശം 4 നൂറ്റാണ്ടോളമായി. 4 പ്രാവശ്യം ഈ പള്ളി പുനരുദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്.
ഒരു 6-7 വർഷം മുമ്പാണ് ഈ പള്ളിക്ക് കുറച്ച് ഭാഗം കൂടി കൂട്ടിച്ചേർത്തത്. ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലം മുതൽ അങ്ങോട്ടുള്ളതൊക്കെ പിന്നീട് കൂട്ടിച്ചേർത്തത്. അതിനു മുമ്പ് ഇത്രയും മാത്രമേ ദേവാലയമായിട്ടുണ്ടായിരുന്നുള്ളൂ. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പക്കൽ അഭയം തേടുന്നവർ ആരും നിരാശരായി മടങ്ങേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അനുഭവങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തുക. വിശുദ്ധനെക്കുറിച്ച് ഇവിടെയൊക്കെ പ്രചരിച്ചിരിക്കുന്നൊരു കാര്യമുണ്ട്, വിളിച്ച് വിളി കേട്ട പുണ്യവാനെന്ന്. ആ വിളിച്ച് വിളി കേട്ട വിളിക്ക് ഉത്തരം നൽകുന്ന ഒരു പുണ്യവാനായിട്ടാണ് ഇവിടെയുള്ള ആളുകളും ഇവിടെ വന്നു പോകുന്നവരും മനസ്സിലാക്കുക. ടിപ്പു സുൽത്താനെ കുറിച്ചൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചു കേട്ടിട്ടുണ്ട്. ടിപ്പുവിൻ്റെ പടയോട്ടത്തെക്കുറിച്ച് മലയാളികൾ കേൾക്കാത്ത ഒരാരും ഉണ്ടാവില്ല. അദ്ദേഹം ഒരു കാലത്ത് ഇങ്ങനെ അമ്പലങ്ങളും പള്ളികളും ഒക്കെ നശിപ്പിച്ചുകൊണ്ട് മുന്നേറിയിരുന്ന ഒരു സമയമുണ്ടായിരിക്കും. ആ സമയത്ത് ഈ ദേവാലയവും നശിപ്പിക്കാനായിട്ട് അദ്ദേഹം വന്നു എന്നുള്ളത് പല രേഖകളിലും കാണുന്നുണ്ട്. ആരോ ഒക്കെ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ ചെവിയിൽ മുമ്പേ ചെന്ന് ഉണർത്തിച്ചു, ഇവിടുത്തെ പുണ്യവാൻ വളരെ സിദ്ധിയുള്ള പുണ്യവാനാണ്, അതുകൊണ്ട് ആ ദേവാലയം നശിപ്പിക്കരുത് എന്ന് അദ്ദേഹത്തിൻ്റെ അടുക്കൽ സഹായ അഭ്യർത്ഥന നടത്തിയപ്പോൾ അദ്ദേഹത്തിന് അത്ര രുചിച്ചില്ല. അത്ര ശക്തിയുള്ള പുണ്യവാനാണ് എങ്കിൽ അദ്ദേഹം നേരിട്ട് എന്നോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ഈ പള്ളി ആക്രമിക്കാനായിട്ട് അദ്ദേഹം കോപ്പ് കൂട്ടി വന്നതാണ്. അങ്ങനെ വന്നപ്പോൾ പറ്റുമെങ്കിൽ ഈ പുണ്യാളൻ തന്നെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ ദേവാലയം നശിപ്പിക്കാൻ എത്തിയ സമയം ഈ ദേവാലയത്തിലിരുന്ന് പുണ്യവാൻ്റെ ശബ്ദം മുഴങ്ങി എന്ന് കേൾക്കുന്നുണ്ട്. എന്നെ ഇവിടെ ഇരിക്കാൻ അനുവദിക്കില്ലേ എന്ന് ചോദിച്ചത്രേ ഈ രൂപം. ആ ശബ്ദത്തിൻ്റെ നടുക്കം കേട്ട് ടിപ്പു സുൽത്താൻ അക്ഷരാർത്ഥത്തിൽ ഒന്ന് പേടിച്ച് പിന്മാറിപ്പോയെന്നാണ് ഇവിടെയുള്ള പഴമക്കാരൊക്കെ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുള്ള കാര്യം. അച്ഛൻ പറഞ്ഞ ഈ ഒരു 4 തവണ ഈ ഒരു ദേവാലയം പുതുക്കി പണിതിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു ദേവാലയത്തിൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യകാലത്ത് പണിത ഇന്നും നിലനിൽക്കുന്ന ഒരു ഭാഗം ഏതായിരിക്കും? ഒന്ന് ഈ മദ്ബഹയും സംവിധാനങ്ങളും. അതിൻ്റെ ഭിത്തികളിലൊക്കെ ബൈബിൾ സംഭവങ്ങൾ ചിത്രരൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പോർച്ചുഗീസ് സംസ്കാരത്തോട് ഇഴുകിച്ചേർന്ന് ഇന്ത്യയിലെ പ്രാചീന ചിത്രകലയും കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള ചുമർ ചിത്രങ്ങളാണത്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഇലച്ചാറുകളും നിറക്കൂട്ടുകളും ഒക്കെ ചാലിച്ചു ചേർത്ത് ഈ 400-ലധികം വർഷങ്ങൾ പിന്നിട്ടിട്ടും അവയൊന്നും ശോഭ കെടാതെ നിൽക്കുന്നു. 4 പ്രാവശ്യം ഈ പള്ളി പുതുക്കി പണിതപ്പോഴും അതിൻ്റെ പൗരാണികതയും പ്രൗഢിയും സൗന്ദര്യവും കണ്ടിട്ട് തന്നെ അത് നിലനിർത്തിക്കൊണ്ടാണ് പള്ളിയുടെ പുനരുദ്ധാരണങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ന് ദേവാലയത്തിൽ വരുന്ന വിശ്വാസികളോട് വൈദികൻ സംസാരിച്ചിരുന്നാലും പ്രത്യേകിച്ച് പ്രസംഗത്തിലൊക്കെ ഉപദേശങ്ങൾ കൊടുത്തിരുന്നത് ഇങ്ങനെയുള്ള പ്രസംഗ പീഠത്തിലാണ്. അതൊരു പ്രസംഗ പീഠമാണ്. അവിടെ നിന്നായിരുന്നു വചനപ്രഘോഷണങ്ങളും പുണ്യാളനെക്കുറിച്ചോ വിശ്വാസത്തെക്കുറിച്ചോ യേശുവിനുള്ള സാക്ഷി ജീവിതത്തെക്കുറിച്ചോ ഒക്കെ വൈദികർ ജനത്തോട് സംസാരിച്ചിരുന്നത്. അപ്പോൾ അതും ആ പൗരാണികതയുടെ ഒരു ഭാഗമാണ്. മറ്റൊരു പ്രത്യേകത, ഈ ദേവാലയത്തിന് പുറത്ത് വളരെ മനോഹരമായ ഒരു ആനവിളക്കുണ്ട്. ആ ആനവിളക്കിൻ്റെ പിന്നിൽ വേറൊരു ചരിത്രമുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വെള്ളാരിപ്പള്ളി കോവിലകം. ശക്തൻ തമ്പുരാൻ ജനിച്ചു വളർന്നത് ആ നാട്ടിലാണ്. 1.5 കിലോമീറ്റർ അകലത്തിലാണ് ശക്തൻ തമ്പുരാൻ, കൊച്ചി മഹാരാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ ജനിച്ചു വളർന്നത്. ഈ പുണ്യാളൻ ചില്ലറക്കാരനല്ല, ഒരുപാട് ശക്തിയുള്ളവനാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ഈ പള്ളിക്ക് കരം ഒഴിവാക്കി ഭൂമി തന്നു. വേറെയും കുറച്ച് ഭൂമി സമ്മാനമായിട്ട് പള്ളിക്ക് കൊടുത്തു. ആ കൂട്ടത്തിൽ അദ്ദേഹം സമ്മാനിച്ചതാണ് ഈ ആനവിളക്ക്. ഇവിടെ വരുന്ന തീർത്ഥാടകരിൽ നല്ലൊരു ശതമാനം മറ്റു മതസ്ഥരാണ്. പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും പലപ്പോഴും ഇവിടെ തീർത്ഥാടനത്തിന് മറ്റു മതസ്ഥർ ഇവിടെ എത്തിച്ചേരാറുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈ മാസം ഞാൻ 6 മന്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞത് ഈ 6 മാസത്തിൽ ചിക്കൻ ബോക്സ് വന്നതുകൊണ്ട് ഉണ്ണിക്ക് ചിലപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരു പുണ്യാളിന് നമ്മൾ ഉണ്ണിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് വരികയാണെങ്കിൽ പുണ്യാളുടെ അടുത്ത് വന്നിട്ട് നമ്മൾ നന്ദി സൂചകമായിട്ട് പുണ്യാളുടെ അടുത്തേക്ക് വരാമെന്ന് നമ്മൾ നേർന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ആഗ്രഹം ഒരു മോനെ കിട്ടണം തന്നെയായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമുക്കൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബീനെ കിട്ടി. അവൻ്റെ പേര് എറിക് ജോൺ എന്നാണ്. നന്ദി പറയാനാണ് നമ്മൾ ഇന്ന് കാഞ്ഞൂർ പുണ്യാളുടെ അടുത്ത് വന്നിരിക്കുന്നത്.
കാഞ്ഞൂർ ദേവാലയത്തിന്റെ പ്രധാന സവിശേഷതകളിലൊന്നാണ് ഇവിടുത്തെ മാമോദിസ തൊട്ടിൽ. ഇതിന്റെ ഒരു പ്രത്യേകത, ഒറ്റക്കല്ലിലാണ് ഈ തൊട്ടിൽ തീർത്തിരിക്കുന്നത്. ഒരു താമര തൊട്ടിൽ 4 സിംഹങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് പോലെയാണ് ഇത് പണിതിരിക്കുന്നത്. കാഞ്ഞൂർ ദേവാലയത്തിന്റെ പഴമ വിളിച്ചോതുന്നതിന്റെ കാര്യത്തിൽ ഈ മാമോദിസ തൊട്ടിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ ദേവാലയത്തിൽ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളെ പറ്റിയിട്ടൊന്ന് പറയാമോ? ഓരോ ദിവസവും ധാരാളം പേര് ഇവിടെ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ളവരും ദൂരത്തു നിന്നൊക്കെ വരുന്നവർ അപേക്ഷകളുമായിട്ട് ചികിത്സാ സഹായത്തിനാണ് കൂടുതൽ വരിക. അപ്പോൾ നല്ലൊരു തുക ചികിത്സാ സഹായത്തിന് ഓരോ ദിവസവും നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. പിന്നെ വളരെ പ്രത്യേകമായിട്ട് ഈ വർഷം നമ്മുടെ പള്ളിയുടെ 1025 വർഷം ജൂബിലിയാണ്. അപ്പോൾ ജൂബിലി പ്രമാണിച്ച് 4 വീടുകൾ, നിർധനരായ 4 പേർക്ക് വീടും സ്ഥലവും കൂടി നമ്മൾ നൽകുകയുണ്ടായി. വീട് പണിത് അവർ ഇപ്പോൾ താമസിച്ചു. അതിൻ്റെ വെഞ്ചിരിപ്പ് കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ താമസമാക്കി. ഇത്തിരി അപേക്ഷകൾ കിട്ടിയതിൽ നിന്ന് 4 പേരെയാണ്. അതിൽ പ്രത്യേകമായിട്ട് മറ്റ് മതസ്ഥരെയും നമ്മൾ അതിൽ ഉൾപ്പെടുത്തി. ഈ ദേവാലയമായിട്ട് എൻ്റെ ബന്ധം തുടങ്ങുന്ന ഒരു 6 വയസ്സിലാണ്. 6 വയസ്സ് മുതലാണ്. ഇപ്പോൾ എനിക്ക് 76 വയസ്സായി. ഇപ്പോൾ 70 വർഷത്തെ ഒരു പൊക്കിൾക്കുടി ബന്ധം എന്ന് വേണമെങ്കിൽ പറയാം ദേവാലയമായിട്ട് എനിക്കുള്ളത്. കാരണം എൻ്റെ ചെറുപ്പത്തിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും വേദനകളൊക്കെ വരുമ്പോൾ എൻ്റെ അമ്മ വിളിക്കാറുണ്ട് എൻ്റെ കാഞ്ഞു പുണ്യാളെന്നാണ്. അപ്പോൾ ഈ കഞ്ഞു പുണ്യാളെന്ന് പറയുന്ന ഒരു മിത്താണോ റിയാലിറ്റി ആണോ എന്ന് പോലും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ബാല്യത്തിൽ കൂടിയാണ് ഞാൻ വളർന്നു വന്നത്. അപ്പോൾ എൻ്റെ ജീവിതമായിട്ട് ഒരുപാട് ഇഴചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഈ ദേവാലയം. പലപ്പോഴും ഇവിടുത്തെ പെരുന്നാളിലും അല്ലാതെ തന്നെ പല ഘട്ടങ്ങളിൽ അമ്മയോടൊപ്പം അതുപോലെ തന്നെ വലുതായ സുഹൃത്തുക്കളോടൊപ്പം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിശുദ്ധ സെബസ്ത്യാനോസ് എന്ന് പറയുന്ന ആ വലിയ ശക്തിയെക്കുറിച്ചുള്ളൊരു ബോധം ആന്തരികമായിട്ട് തന്നെ എൻ്റെ മനസ്സിൽ വളർന്നു വന്നിരുന്നു. അതിപ്പോഴും തുടരുന്നുണ്ട്. കാരണം അത്ര ഇഴചേർന്നിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ദുഃഖം വരുമ്പോഴും അതുപോലെ സന്തോഷം വരുമ്പോഴും ഇവിടെ വരാറുണ്ട് നന്ദി പ്രകടിപ്പിക്കാനായിട്ട്. ദുഃഖം വരുമ്പോൾ പ്രത്യേകിച്ചും വിളിക്കാറുണ്ട്. അമ്മ വിളിക്കാറുള്ള എൻ്റെ കാഞ്ഞിപ്പുണ്യാളെന്ന് വിളിക്കാറുണ്ട്. അത് ഞാൻ മാത്രമല്ല, ഈ നാട്ടിലെ സകല ആളുകൾ, അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികളെല്ലാം ക്രിസ്ത്യാനികൾ വിളിക്കുന്ന പോലെ തന്നെ എല്ലാവരും വിളിക്കുന്നുണ്ട്. ഒരു അത്താണി, ഒരു ആശ്രയമായിട്ടാണ് നമ്മൾ കാഞ്ഞിപ്പുണ്യാളെ കണ്ടുവന്നിരിക്കുന്നത്. ആ വിശുദ്ധനായ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്ന എൻ്റെ നഷ്ടപ്പെട്ട ജീവനെ തിരിച്ചു തന്നതാണ് എൻ്റെ കാഞ്ഞു പുണ്യാളൻ. ആ വിളിപ്പുറത്തെത്തുന്നതാണ് എൻ്റെ പുണ്യവാള്. പലവിധ അനുഗ്രഹങ്ങളും ഈ കിണറ്റിലെ വെള്ളത്തിൽ പോലും വളരെയധികം അനുഭവങ്ങളും രോഗസൗഖ്യങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തവർക്കും അത് കിട്ടിയിട്ടുണ്ട്. പലവിധ കാര്യങ്ങളിലും ഈ മണ്ണ് പുണ്യപ്പെട്ട മണ്ണാണ്. ഈ മണ്ണിൽ കാല് കുത്താൻ കഴിയുന്നവൻ ഭാഗ്യവാന്മാരെന്ന് ഞാൻ പറയൂ. ഞാനിവിടെ വന്നിട്ടിപ്പോൾ 2.5 വർഷമായി. വന്നിട്ട് ആളുകൾ ഇങ്ങനെ രൂപം കൊണ്ടുവരും മഞ്ചരിക്കാനായിട്ട്, കൊന്ത കൊണ്ടുവരും മഞ്ചരിക്കാനായിട്ട്, തലേക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ പറയും, അടിമ വയ്ക്കണമെന്നൊക്കെ പറയും. സെബസ്ത്യാനോസിൻ്റെ വിശ്വാസം, ധൈര്യം, തീക്ഷ്ണത അതെല്ലാം നമുക്ക് കിട്ടും, ലഭിക്കും, നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവരെ ഇങ്ങനെ നയിച്ചു വന്നത്. ഇപ്പോൾ പരീക്ഷയ്ക്ക് വിജയിക്കാനാണെങ്കിൽ, ഇൻ്റർവ്യൂവിന് പോകാനായിട്ടാണെങ്കിൽ, കടബാധ്യത മാറാനായിട്ടാണെങ്കിൽ, രോഗം മാറാനായിട്ടാണെങ്കിൽ അതിനെ പറ്റി വചനം കൊടുക്കും. പുണ്യാളിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് പോകണം. പുണ്യാളിൻ്റെ മധ്യസ്ഥം വഴി നമുക്കിതെല്ലാം സാധിച്ച് കിട്ടും, ഉറപ്പാണ്. അല്ല കിട്ടുമായിരിക്കും എന്നല്ല ഞാൻ പറയുന്നത്, കിട്ടും. കർത്താവ് പറഞ്ഞിരിക്കുന്നത് വിശ്വസിച്ചാൽ നീ ദൈവമാത്രം കാണുമായിരിക്കും എന്നല്ല. യോഹന്നാൻ 11:41 പറയുന്നത് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. വിശ്വസിനെ മുറുകെ പിടിച്ചോ. വിശ്വാസത്തിൻ്റെ സാക്ഷിയാണ് നമ്മുടെ ജീവിതത്തിൽ ശക്തിയും ധൈര്യമൊക്കെ ചോർന്നു പോകുമ്പോൾ ഈ വിശുദ്ധനെ പോലെ ധൈര്യമായിട്ട് കർത്താവിന് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യം തമ്മിലെ നോക്കിക്കൊള്ളും. ഇന്ന് നൊവേനയുണ്ട്, വെള്ളിയാഴ്ച നമുക്ക് നൊവേനയുണ്ട്. അപ്പോൾ ഞാൻ വരുന്നതോടൊക്കെ പറയുന്നത്, നിങ്ങൾ 10:30 നമുക്ക് പ്രധാനപ്പെട്ട ബലിയർപ്പണമുണ്ട്, അത് കഴിഞ്ഞ് നൊവേനയുണ്ട്. അതാണ് പ്രധാനപ്പെട്ടത്. ആ 10:30 കുർബാനയിലും നൊവേനയിലും പങ്കെടുത്തതിന് ശേഷം വരിക. അത് കഴിഞ്ഞിട്ട് ഞാൻ കൗൺസിലിംഗ് നടത്താം, പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെയും പോയി പുണ്യാളിന് നന്ദി പറഞ്ഞിട്ടൊക്കെ പോകണം. അങ്ങനെ ഒത്തിരി പേര് വന്ന് നന്ദി പറഞ്ഞു പോകുന്നു, ഒത്തിരി പേര് വന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നൊരാരും കാര്യം സാധിച്ച് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല.
അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ഇങ്ങനെ വന്നപ്പോൾ തൊട്ട് അവരുടെ പേരും അവരുടെ നിയോഗവും മാത്രം ഒന്നിങ്ങനെ എഴുതി വയ്ക്കാറുണ്ട്. ആ ഡയറി ഇപ്പോൾ തീരാറായി. എൻ്റെ പ്ലേറ്റേഴ്സ് ആണെങ്കിൽ വളരെ കുറവാണ്, 3-1 ഉള്ളൂ. സാധനം വേണ്ട 1.5 ലക്ഷമാണ്. എനിക്ക് 50,000 താഴെയാണ്, 5-8 മാസമായിട്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു ക്ഷീണവും ഇല്ല. പുണ്യാളനുണ്ട്. അതുകൊണ്ട് ഈ വിരൽ എനിക്ക് സക്രാരി തുറക്കാൻ പോലും പറ്റിയില്ലായിരുന്നു. അപ്പം പുണ്യാളിനെ വിളിക്കേണ്ട പുണ്യാളനാണ് പ്രാർത്ഥിച്ചത്. ഇപ്പോൾ വിരൽ നിവർത്താം, മറ്റെനിക്ക് വിരൽ മടക്കാൻ തുടങ്ങി സ്റ്റിഫായിട്ടിരിക്കുള്ളായിരുന്നു. ഇതൊക്കെ ആൾക്കാരോട് പറയുമ്പോൾ അവരുടെ വിശ്വാസം വർദ്ധിക്കുവാണ്. നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, പിന്നെ പേടിക്കണോ വേണ്ട എന്ന് അവരിങ്ങോട്ട് പറയും. അപ്പോൾ അതാണ് അടുത്ത വചനം പറയുന്നത്, സംഭ്രമിക്കേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഇത്രയും പോരെ, ദൈവം ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനോർത്ത് നന്ദി പറ, ദൈവത്തെ സ്തുതിക്കുക. ഇതാണ് ഈ പുണ്യാളനൊക്കെ നമുക്ക് കാണിച്ചത്. കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ മരണസമയത്ത്, രക്തസാക്ഷിയാകേണ്ട വന്ന സമയത്ത് പേടി കൂടാതെ നിന്നു കൊടുത്തത്. ആ ധൈര്യം, കർത്താവ് കൂടെയുണ്ട്, കർത്താവ് ശക്തിപ്പെടുത്തും, അനുഗ്രഹിക്കും, പരിഭ്രമിക്കേണ്ട. ആ ഇത് നമുക്കും കിട്ടണം. പുണ്യാളനോട് പ്രാർത്ഥിക്കുക. പുണ്യാളനോടായിരുന്ന വിശ്വാസം, ധൈര്യം, ശക്തി നമുക്കും കിട്ടും, പുണ്യാളൻ തരും. വിശുദ്ധനെ ഇല്ലാതാക്കാൻ അമ്പിന് കഴിഞ്ഞില്ല. അമ്പെയ്തിട്ടും വിശുദ്ധനെ കൊല്ലാൻ അവർക്ക് സാധിച്ചില്ല. അപ്പോൾ ചിലർ ചോദിക്കും, എന്തിനാണ് ഈ അമ്പെഴുന്നള്ളിച്ചുകൊണ്ട് നടക്കണേ എന്നൊക്കെ. ഇവിടെ വരുന്നവർ ഈ അമ്പെഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ പിടിയിട്ട് അവർ ചോദിക്കും. ഞാൻ പറയും, അമ്പിന് വിശുദ്ധൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ അമ്പിൻ്റെ മുമ്പിൽ ശത്രുക്കൾ പരാജയപ്പെട്ടു. അതുകൊണ്ട് ആ ഒരു ഓർമ്മ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പിശാച് പല വിധത്തിലുള്ള അമ്പുകൾ കൊണ്ടുവരും. രോഗത്തിൻ്റെ, കടബാധ്യതയുടെ, അസ്വസ്ഥതകളുടെ അമ്പുകൾ അയ്യുമ്പോൾ വിശുദ്ധൻ്റെ ആ അമ്പിനെക്കുറിച്ച് നമ്മൾ ഓർക്കുന്ന ആ അമ്പിലൂടെ, വിശുദ്ധനിലൂടെ നമുക്ക് ശക്തി കിട്ടുന്നു. ഏത് അമ്പ് വന്നാലും, ഏത് ദുഷ്ടശക്തികൾ വന്നാലും നമ്മെ തകർക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കഞ്ഞി പുണ്യാളൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന പുണ്യാളനാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ലൗകിക ജീവിതത്തിൽ, എല്ലാ തലത്തിലും നമുക്ക് കൂടെ ഒപ്പം ഉള്ള വിശുദ്ധനാണ്. വിളിച്ചാ വിളിപ്പുറത്തുണ്ട് കാഞ്ഞൂർ പുണ്യാളൻ. ഈ മണ്ണിൽ എത്തിച്ചേരുന്നവർക്ക് അത് അനുഭവേദ്യമാണ്. രോഗപീഠകളാൽ ഉരുകുമ്പോഴും ജീവിത ദുഃഖങ്ങളാൽ നമ്മൾ ഭാരപ്പെടുമ്പോഴും അടിയുറച്ച വിശ്വാസത്തോടെ ഈ പുണ്യഭൂമിയിലേക്ക് നോക്കി വിളിച്ചാൽ വിളി കേൾക്കാതിരിക്കാനാവില്ല നമ്മുടെ കാഞ്ഞൂർ പുണ്യാളന്. ഞങ്ങൾ വയനാട് പനമരത്തുനിന്ന് വരുന്നതാണ്. ഞങ്ങൾക്ക് പുണ്യാളൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രാർത്ഥന വഴിയായി, ഈശോ വഴി ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഐതിഹ്യ പെരുമകളാലും അത്ഭുത സാക്ഷ്യങ്ങളാലും ആചാരാനുഷ്ഠാനങ്ങളാലും സമ്പന്നമാണെങ്കിലും യഥാർത്ഥ ഉറവിടം ക്രിസ്തുവാണെന്നുള്ള തിരിച്ചറിവാണ് ഇവിടുത്തെ സമൂഹത്തിൻ്റെ പ്രത്യേകത. ജീവൻ വെടിഞ്ഞാലും വിശ്വാസം കൈവിടില്ല എന്ന പുണ്യവാന്റെ ജീവിത സാക്ഷ്യം സിരകളിൽ ഉൾക്കൊണ്ടവരാണ് ഇവിടുത്തെ വിശ്വാസികൾ. തിരുമലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വളരെ ഭക്തിയോടും പ്രൗഢിയോടും കൂടി നടക്കുന്ന തിരുനാളാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ കാഞ്ഞൂർ പള്ളിയിലെ തിരുനാൾ. 365 ദിവസവും തീർത്ഥാടകർ വരുന്നുണ്ട്. എങ്കിൽ പോലും ജനുവരി 10 തീയതി മുതൽ ഫെബ്രുവരി 2 കൊടി ഇറക്കുന്ന ദിനം വരെ ഈ ദേവാലയ പരിസരങ്ങൾ മുഴുവനും എപ്പോഴും ജനനിബിഡമായിരിക്കും. വിശുദ്ധൻ മരിച്ചതിൻ്റെ സ്മരണ ഓർക്കുന്ന ദിവസം ജനുവരി 20. അപ്പോൾ ജനുവരി 19ഉം 20ഉമാണ് ഇവിടെ ആഘോഷമായ പട്ടണ പ്രദക്ഷിണങ്ങൾ നടക്കുക. കാഞ്ഞൂർ പള്ളിയിലെ പ്രദക്ഷിണം ഏഷ്യയിലെ തന്നെ പ്രദക്ഷിണങ്ങളിൽ ഏറ്റവും വലുതെന്ന് അവകാശപ്പെടാവുന്ന ഒരു പ്രദക്ഷിണമാണ്. 3 മണിക്കൂർ ദൈർഘ്യമുണ്ട് പ്രദക്ഷിണത്തിന്. അപ്പോൾ ഈ പ്രദക്ഷിണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തിരുസ്വരൂപങ്ങൾ വഹിക്കുന്നു എന്ന് മാത്രമല്ല, 500ഓളം പൊൻകുരിശുകളും 1000ഓളം മുത്തുക്കുടകളും ഈ പ്രദക്ഷിണത്തിന് അകമ്പടി സേവിച്ച് അതിന് അണിനിരക്കാറുണ്ട്. തിരുനാൾ ദിവസം ജനുവരി 20 ഉച്ചയ്ക്ക് പ്രദക്ഷിണം ഈ പള്ളിയുടെ പ്രധാന കവാടത്തിൽ നിന്ന് തിരുസ്വരൂപം പുറത്തേക്ക് ഇറങ്ങിയാൽ അപ്പോൾ മുതൽ 3 മണിക്കൂർ സമയത്തേക്ക് പല പ്രാവശ്യങ്ങളായി ആകാശത്തിൽ പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നു. ആ കാഴ്ച ഒരു അപൂർവ ദൃശ്യമാണ്. സാധാരണ നമ്മളൊന്നും കാണാത്തൊരു കാഴ്ചയാകും. മനസ്സമാധാനം തേടി വരുന്ന ഏതൊരാൾക്കും പ്രത്യാശയുടെ വാതിലാണ് കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന ദേവാലയം. വിശ്വാസത്തിന്റെ ഈ വലിയ പ്രകാശഗോപുരം വരും തലമുറകൾക്കായും ഇവിടെ നിലകൊള്ളും. ഏവർക്കും കാഞ്ഞൂർ പുണ്യാളന്റെ അനുഗ്രഹമുണ്ടാവട്ടെ.